ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രിക്ക് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല. കിയു, അമ്മ, അമ്മൂമ്മ 3 പേരും കൂടെ ശിവന് പോയിട്ടുണ്ട്. ശിവരാത്രിയായിട്ട് കോവിലിൽ പോയിട്ടുണ്ട്. രാവിലെ എണീറ്റ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്, ബട്ട് മറന്നുപോയി. ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ടി വിയിൽ കിയയുടെ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് വിചാരിച്ചു, ഓക്കെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ശരി, ഓക്കെ. ആൻഡ് ഉറക്കെ എണീറ്റ് കുറച്ച് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തന്നെ ഞാൻ കിയുവിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും ഷോർട്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ചെയ്തുകൊണ്ടിരുന്ന വേറൊന്നുമില്ല. ഞാൻ ബീട്രൂട്ട്, ആപ്പിളും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ജ്യൂസും ഉണ്ടാക്കി കുടിച്ചോണ്ടിരിക്കുക. ഞാൻ എന്നും കുടിക്കും, എന്ന് രാവിലെ കുടിക്കും. പക്ഷെ ഒരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ മാസത്തേക്കായി കാണും, മാസത്തിൽ കൂടുതലായി കാണും. ഓക്കെ, അപ്പോൾ ABC ജ്യൂസ് ഇനി നമുക്ക് ഈ കുപ്പിയിലോട്ട് മാറ്റണം. അപ്പോൾ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഈ ബോട്ടിൽ രാമചന്ദ്രന് മേടിച്ചേട്ടോ. 49-45 എങ്ങാണ്ടേ ഉണ്ടായിരുന്നു ഈ രാമചന്ദ്രന്. അങ്ങനെ മേടിച്ച ഇത് എനിക്ക് വേണ്ടി മേടിച്ച ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്. എല്ലാ ദിവസവും അമ്മയാണ് അടുക്കളയിൽ കയറാറ്. ഞാൻ കയറാറ് പോകുന്നില്ല. ഞാൻ അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ തിന്നാൻ വേണ്ടിയിട്ട് മാത്രം എനിക്ക് അടുക്കളയിൽ കയറുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എനിക്ക് അടുക്കളയിൽ കയറുന്നത്. അപ്പോൾ ഇന്ന് അമ്മയില്ല. അമ്മയും അമ്മൂമ്മയും കോവിലിൽ പോയിരിക്കും, അമ്പലത്തിൽ പോയിരിക്കും. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ അവർ മിക്കവർ കഴിച്ചിട്ടൊക്കെ വരത്തുള്ളൂ. കാരണം രാവിലെ പോയതാണ്. അപ്പോൾ കഴിച്ചിട്ടൊക്കെ അവർ വരത്തുള്ളൂ. അമ്മയാണെങ്കിൽ ടാബ്ലറ്റ്സൊക്കെ കഴിക്കുന്നുണ്ട് തന്നെ. അമ്മ പുറത്തേന്ന് എന്തായാലും കഴിച്ചിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് മാത്രമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തി ഉള്ളത് ഞാൻ പുറത്തുനിന്ന് മേടിക്കാൻ വേണ്ടി വിചാരിച്ചു. പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഉണ്ടാക്കി കഴിക്കാം. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്, എന്നിട്ട് വേണ്ടാന്ന് വെച്ചു. മാവിരിക്കുന്നു, ദോശ ഇടാം, നല്ല നെയ്യൊക്കെ വെച്ച് നല്ല പേപ്പർ പോലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തയ്യാറെടുപ്പില്ല. ഇനി കറി എന്തെങ്കിലും ഉണ്ടാക്കണം. കറിക്ക് തേങ്ങ തിരുങ്ങണം. ഒന്നും ചെയ്യത്തില്ല വീട്ടിൽ. പാവൻ്റെ അമ്മയാണ് എല്ലാം ചെയ്യുന്നത്. വയ്യാതിരുന്നിട്ട് എൻ്റെ അമ്മയാണ് എല്ലാം കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റാണെന്നറിയാം. എല്ലാവരും അമ്മമാരുണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ഇനി ഇത്രയും ജോലിയും കൂടെ എനിക്കിനി ചെയ്യാനായിട്ടുണ്ട്. ലൈക്ക് ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുക, ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ആൻഡ് പാത്രങ്ങളും കഴിവാൻ കിടപ്പുണ്ട്. ഫോണിലാണെങ്കിൽ ചാർജ് ഒട്ടുമില്ല. ചാർജ് ഇട്ടിട്ട് വരാം. ഇനി കിയ എപ്പോൾ വരുമെന്ന് അറിയില്ല. കിയ വന്ന് കിയേനെയും കൂടി ചേർത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. അടിപൊളി. പോയത് കോവിലാണ് കാണാൻ പോയത്. തൊഴുതാ? എന്തിനാ പറഞ്ഞു തൊഴുത്? പല്ല് വേദനിക്കല്ലേ പറഞ്ഞു തൊഴുതാ? അത് മുട്ടായി തിന്നുന്നുണ്ട് തന്നെ പല്ല് വേദന. അമ്മക്ക് അമ്മയെ കൊണ്ടുപോയില്ലല്ലോ നീ. വന്നു പാചകം തുടങ്ങി.
സാമ്പാറും നനച്ചിപ്പാറു. ഇപ്പോഴാണ് തുണിയൊക്കെ എല്ലാം നനച്ച് തിന്നത്. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലുണ്ട്. നമ്മൾ തുണിയൊക്കെ പുറത്ത് ഇങ്ങനെ ഇട്ടിങ്ങനെ തറയിനെ വിരിച്ച് വെച്ച്, പുറത്തന്നെ ടെറസിൻ്റെ മുകളിൽ തറയിനെ വിരിച്ച് വെച്ച്. ഇപ്പോഴാണ് തുണിയൊക്കെ ഒന്ന് നനച്ച് തീർന്നതന്നെ. തുണിയൊക്കെ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ തറയിലിട്ടിരിക്കുന്ന അയിലുണ്ട്, അയിന് വിരിച്ചിരുന്ന അങ്ങനെ തറയിൽ ഇങ്ങനെ വിളിച്ചിരിക്കുക. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മാഡം ഉണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന. തുണിയൊക്കെ വിരിച്ചോ? എല്ലാം വിരിച്ചോ? എങ്ങനെ വിരിച്ചു? കമത്തി വിരിച്ചോ? ഇത് ഇനി എങ്ങോട്ടാ കൊണ്ടുപോണേ? ഇനി അടുത്ത തുണിയുണ്ടോ? എടുക്കണം. ഭയങ്കര പണിയല്ലേ? അവളുടെ തുണി ആയതുകൊണ്ട് അതിനി നേരെ വിരിച്ചിട്ട് വരും. അടിപൊളി. പോ വെയിന്. ഇവിടെ ഡ്രസ്സുണ്ട്. സോ അതും ഇനി എടുത്തുകൊണ്ട് വന്ന് വിരിക്കണം. ഇവിടെ തറയിൽ തന്നെയാണ് വിരിക്കുന്നത്. അയിണ്ടായിട്ട് അയിന് വിരിക്കാത്തത് പെട്ടെന്ന് തറയിന് വിരിച്ചാൽ പെട്ടെന്ന് ഉണങ്ങി. അപ്പോൾ തുണിയൊക്കെ വിരിച്ച് ഫുഡൊക്കെ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട്. എന്നാൽ കിയു അവിടെ ഹോളിൽ കിടക്കുവാണ്. അവൾ കിടന്നുറങ്ങി. അവൾ ആഹാരമൊന്നും കഴിച്ചില്ല. ഇനി ഉറങ്ങി എണീറ്റിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാനും കൂടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ അവൾ എണീറ്റ ടൈമിൽ ഞാൻ എണീറ്റ ഒരു 4 മണി 5 മണിക്ക് എണീറ്റ. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഉറങ്ങി കിടന്നു ഉറക്കത്തിൽ എണീറ്റ് വന്ന് ഇത് എൻ്റെ അടുത്തോട്ട് കിടക്കുവാണ്. ചണ്ടം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കിടക്കുവാണ്. ചോറല്ലേ ഇനി ഫോൺ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇരിക്കും. ഞാനാണെങ്കിൽ വൈകിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് കിയു എൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ട് അവൾ എന്നെ ഫോണും എടുത്തുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൾ എന്നെ ഫോൺ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എണീറ്റ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് കിയു ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ചായ ഇടാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് ചായക്കുള്ള പലഹാരവും മേടിച്ച് അമ്മ പിന്നെ ബ്രെഡൊക്കെ പൊടിച്ച് വെച്ചു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം അമ്മയും അമ്മൂമ്മയും കിയും ടെറസിൻ്റെ മുകളിൽ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പം അവന് തുണിയൊക്കെ മടക്കി വെച്ചാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ്. ഇനി ഞാൻ ഇവിടെ തൂത്തു വരണം. അതിന് ഞാൻ ഫ്രഷ് അപ്പ് ആവണം. വൈകിട്ട് അമ്മയ്ക്ക് വിളക്ക് എത്തിക്കാനുണ്ടെന്ന് പറഞ്ഞു. സോ ഒന്ന് തുടച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയില്ല. ഞാൻ രാവിലെ ഇവിടെയൊക്കെ ഒരുക്കി വെച്ചാണ്. നോക്കി എൻ്റെ മമ്മീനെ പരിപാടി കണ്ടോ? എന്നിട്ട് പറയും ഞാനിവിടെ ഒരു ജോലിയും ചെയ്യുന്നില്ല. ഇവിടെ എൻ്റെ മമ്മി ഇങ്ങനെ വലിച്ചാരിട്ടിട്ട് പോകും. എന്നിട്ട് നമ്മൾ വെക്കത്തേക്കോ നീ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ അവർ ഉറപ്പായിട്ട് കാണുമ്പോൾ റിയാക്ഷനാണ് എനിക്ക് എടുത്തിടണമെന്നുണ്ട്. അന്ന് ആ ടൈമിൽ എൻ്റെ ഫോൺ എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ എൻ്റെ കിയുവിൻ്റെ കയ്യിലായിരിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമാണ് 24 മണിക്കോ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. സോ ഞാൻ കുളിച്ച് ഫ്രഷായി. അമ്മ വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരും TV കാണാൻ വേണ്ടിയിട്ട് സീരിയൽ ടൈം ആയിരിക്കും. അല്ല മൂവി ടൈം. എനിക്ക് ഇന്ന് സൺഡേ ആണ്. സോ മൂവി കാണാൻ വേണ്ടിയിട്ടിരിക്കും. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.